ഹലോ, അസ്സലാമു അലൈക്കും. റമദാനിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് വലിയുള്ളി ചെറുതായി കൊത്തി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചോളൂ. എന്നിട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും പിന്നെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് 2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് ചിക്കൻ മസാല, പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ആ പൊടികളെ പച്ചമണമൊക്കെ പോയി കിട്ടണം. എന്നിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ ക്രഷ് ചെയ്തിട്ട് എടുക്കണം. ഞാൻ ക്രഷ് ചെയ്തത് കുറച്ച് കൂടിപ്പോയി, നന്നായി പേസ്റ്റായിപ്പോയി. അപ്പോൾ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച ചിക്കനാണിത്. അതൊന്ന് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതവിടെ മാറ്റി വെക്കുക, ചൂടാറാൻ മാറ്റി വെക്കുക. എന്നിട്ടൊരു ബ്രെഡ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു അടപ്പോ എന്തെങ്കിലും ഒരു റൗണ്ടിലൊരു ഷേപ്പ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. ഇനി നമ്മളിത് മൂന്ന് ആകൃതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ മൂണിൻ്റെ ആകൃതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ബാക്കി വന്ന ഭാഗം കളയൊന്നും വേണ്ട. ആ ഭാഗം കൊണ്ട് നമുക്ക് സ്നാക്ക് റെഡിയാക്കാം. അങ്ങനെ നമുക്ക് എല്ലാതും റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ ബ്രൗൺ ഭാഗം നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് 2-3 കിഴങ്ങ് പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചൂടാറാൻ മാറ്റി വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ബൗളിൽ എനിക്ക് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വേറെ വലിയൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കേണ്ടത് ഇങ്ങനെയാണ്. നമ്മൾ ഒരു മൂണ്ട ആകൃതിയിലുള്ള ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് മസാല നമുക്ക് ആ മൂണ്ട ആകൃതിയിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് മേലെ ഒരു മൂൺ കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ബാക്കി വന്ന ഭാഗം നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അതും ഇതേപോലെ ഇതിൻ്റെ മേലെ മസാല വെച്ച് കൊടുത്തിട്ട് വേറെ ഇങ്ങനത്തെ ഒരു ഭാഗം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നും വേസ്റ്റ് ആക്കി എടുക്കണ്ട, എല്ലാം നമുക്ക് ഈ സ്നാക്കിൽ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട്ലേറ്റൊക്കെ ചെയ്യുന്ന പോലെ മൈദൻ്റെ മിക്സിൽ മുക്കിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ മൈദൻ്റെ മിക്സിൽ മുക്കിയെടുക്കുമ്പോൾ പതുക്കെ സാവധാനം ചെയ്തെടുത്താൽ മതി. നമ്മൾ ബ്രെഡ് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പതുക്കെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലാം ഇതേ രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഇഫ്താറിന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൊണ്ടു. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് എല്ലാ കട്ട്ലേറ്റിനും ചിക്കൻ റോളിനൊക്കെ ഒന്ന് വെറൈറ്റി ആയി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കെച്ചപ്പോ ടൊമാറ്റോ സോസോ മയോണൈസോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആവും. അപ്പോൾ ഈ റമദാനിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.